ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ബിന്ദി മസാല റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്കയാണ്. ഇതൊരു 20 വെണ്ടയ്ക്കയുണ്ട്. ഞാനൊരു 20 വെണ്ടയ്ക്ക എടുത്ത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ളത് സവാളയാണ്. ഞാൻ ഇതിലേക്ക് 2 സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ ഒരു ഷാലോ ഫ്രൈ ചെയ്യാതാണ് എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ വേണ്ട, ജസ്റ്റ് അതിൽ ആ വഴുവഴുക്കലൊക്കെ ഒന്ന് മാറി തിരിച്ച് മറിച്ചിട്ട് ഞാൻ അതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്രൈ ചെയ്ത് തന്നിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ നമുക്ക് ഇനി ഒന്ന് ആ ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അരിപ്പയിലേക്ക് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഓയിൽ മുഴുവൻ യൂസ് ചെയ്യാൻ വേണ്ട, അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഓയിലിലേക്ക് നമുക്ക് ആ സവാള ഇട്ട് നല്ല വഴറ്റിയെടുക്കാം. സവാള നല്ല അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേഗം തന്നെ വഴന്ന് കിട്ടും. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ് ഇല്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ. അപ്പോൾ ഇത് നല്ലോണം വഴന്ന് വരട്ടെ കേട്ടോ. ഇത് വെണ്ടയ്ക്കൊക്കെ നമ്മുടെ മക്കൾക്ക് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലാതെ കറിയൊക്കെ ഉണ്ടാക്കിയാൽ മക്കൾ കഴിക്കാനൊക്കെ കുറച്ച് മടി കാണിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ ഒപ്പം മക്കൾ കഴിക്കും കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് ചപ്പാത്തി തന്നെയാണ്. വെണ്ടയ്ക്കാന്ന് തോന്നാതെ മക്കൾ കഴിക്കും കേട്ടോ. ഇത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നമുക്കൊന്ന് തക്കാളിയും ഉള്ളിയൊക്കെ തക്കാളി ഇതിലേക്കൊന്ന് മാഷ് ചെയ്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. തക്കാളി ഉപയോഗിക്കുമ്പോഴേ തക്കാളി ഒരുപാട് പുളിയുള്ളതാണെന്ന് നോക്കിയിട്ട് പുളി ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പുളിയുള്ള തക്കാളി ആണെങ്കിൽ നമ്മൾക്ക് പുളിക്ക് ആവശ്യമുള്ളത് മാത്രം ഇടാൻ, മുഴുവൻ ഇടേണ്ട ആവശ്യം വരില്ല. ഇത് ചെറിയ പുളിയുള്ള തക്കാളിയായിരുന്നു. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് നമുക്കിനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി എരിക്ക് ആവശ്യം 2 പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഗരം മസാലയാണ്. ഗരം മസാലയും 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മസാല മൂത്ത് വരുന്നതിന് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പഞ്ചസാരയും കൂടി ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി ഇനി പച്ച ഉള്ള മസാല എന്തെങ്കിലും എല്ലാം നല്ല മൂത്തിട്ട് തന്നെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വെന്തോണം. ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം നല്ലോണം തിളച്ച്, ഇത്രയും ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വറ്റിച്ചെടുക്കാം കേട്ടോ. ചാറ് നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകപ്പൊടി. നേരത്തെ നമുക്ക് വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോഴാണ് ചേർത്തിട്ടുള്ളത്, ജീരകപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ കേരളീയർക്ക് ജീരകപ്പൊടീൻ്റെ മണം കുറച്ച് മതിയും കുറച്ചിട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോൾ കുറച്ച് ഏറെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ്. ഞാൻ കുറച്ച് കസ്തൂരി മേത്തി കയ്യിലെടുത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും അതിലേക്കിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച വെള്ളം, ചാറ് അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് നല്ല കുറുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണമൊന്നും ഉടഞ്ഞു പോകാതെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബിന്ദി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. ഞങ്ങൾ വെച്ച് നോക്കിയിട്ട് മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിച്ചു. ചപ്പാത്തിക്കൊപ്പമാണ് കേട്ടോ ഞാൻ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ സെർവ് ചെയ്തത്. പിന്നെ നമുക്ക് കേരള സ്റ്റൈലിലാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ.